അങ്ങനെ എത്തുന്ന തരത്തിലുള്ള ഒരു കടമായിരുന്നില്ല. ഇല്ല, വലിയൊരു കടമായിരുന്നു. വലിയ അപ്പം കടങ്ങളായിരുന്നു. ബൾക്കായിട്ടൊരു എമൗണ്ട് വരുമ്പോൾ മാത്രമാണ് ആ കടങ്ങളെല്ലാം പിന്നീട് വീട്ടി എല്ലാം തീർത്തു. എല്ലാം തീർത്തു. സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളത് മനുഷ്യൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. 13 വീടുകളോളം വാടകയ്ക്ക് മാറി മാറി താമസിച്ചിട്ടുണ്ട് അല്ലേ? ഉം. അത് ആ ഒരു മാനസികാവസ്ഥ എന്ന് പറയണത് ഏകദേശം ഓരോ വീട്ടിലിപ്പോൾ എത്ര നാളായിരിക്കും താമസിക്കുന്നുണ്ടാവുക? 1 വർഷം 1.5 വർഷമൊക്കെ അല്ലേ താമസിക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ അവിടുന്ന് കൂടും കുടുക്കിയെടുത്ത് വേറെ സ്ഥലത്തോട്ട് പോരാ. അപ്പം എന്താണെന്ന് അറിയാമോ, നമുക്കൊരു സ്ഥിരം അഡ്രസ്സ് ഇല്ലാതെ പോകും. നമ്മൾ നമ്മളെ കാണുന്നവർ ചിലപ്പോൾ ഒന്നും വിചാരിച്ചിട്ടായിരിക്കും ഇപ്പം എവിടെയാണ് താമസിക്കണേ എന്ന് ചോദിക്കുമ്പോൾ പോലും നമുക്കതൊരു ഭയങ്കര വേദന ഉണ്ടാക്കും. അപ്പം നമ്മളത് മനഃപൂർവ്വം ചോദിച്ചതായിരിക്കുമോ, നമുക്ക് വീടില്ലാത്തതുകൊണ്ട് ചോദിച്ചതായിരിക്കുമോ. എൻ്റെ അമ്മച്ചി വളരെ വിഷമിച്ചിട്ടുണ്ട്. അമ്മച്ചിയുടെ ഒരു ഫ്രണ്ടായിട്ട് ചോദിച്ചു, അവളിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവളിങ്ങനെ കോട്ടയത്ത്, അവളിങ്ങനെ പൂച്ച ഇല്ലം മാറണ പോലെ മാറിക്കൊണ്ടിരിക്കുവാണല്ലേ എന്ന് വളരെ സഹതാപത്തിൽ ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പം അമ്മച്ചിക്ക് അത് ഭയങ്കര വേദന ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ അങ്ങനെ പലയിടത്തുനിന്നും ഇങ്ങനെ വീട് വെച്ചില്ലേ ഇതുവരെ, സിനിമയിലൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് വീടായില്ലേ, അങ്ങനെയൊക്കെ ഇങ്ങനെ പലരും ശരിക്കും ആ ചോദ്യങ്ങൾ ഒന്നിനു വേണ്ടിയിട്ട് ചോദിക്കണമല്ല, അവർക്കൊരു സുഖത്തിന് വേണ്ടി ചോദിക്കണതായിരിക്കും. നമ്മളുടെ മലയാളികൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറണം എന്ന് തോന്നുന്നു.